ഹലോ, സ്റ്റെപ്പ് ഫിറ്റ്, ആംഗുലർ ഫിറ്റ്, ആംഗിൾ, സർഫസ് എന്നിവ ഫയൽ ചെയ്ത് നിർമ്മിക്കുന്ന സെഷന്റെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ഓഫ് ചെയ്യുക. പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0.04 മില്ലിമീറ്ററിന്റെ കൃത്യതയോടെയുള്ള സ്റ്റെപ്സ് ഫയൽ ചെയ്യുക. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 45 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തുക. 1 ഡിഗ്രി ആക്യുറസി നിലനിർത്തി ആംഗിൾ ഫയൽ ചെയ്യുക. സ്റ്റെപ്പും ആംഗുലർ ഫിറ്റും ഫിനിഷും ഡീബറും ചെയ്യുക. ഫില്ലിങ്ങിനും വ്യത്യസ്ത ഫിറ്ററിങ്ങുകളും നിർമ്മിക്കുന്നതിനും ആവശ്യമായ മെറ്റീരിയലുകളെയും ടൂളുകളെയും കുറിച്ച് നമുക്ക് ഇപ്പോൾ നോക്കാം. റഫ് ഫയൽ, ട്രൈ സ്ക്വയർ, മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, വെർനിയർ കാലിപ്പർ, ഓയിലർ, ബെവൽ പ്രൊട്രാക്ടർ, ഹൈറ്റ് ഗേജ്, വെബ് ചീസൽ, ഡ്രില്ലിംഗ് മെഷീൻ, ബോൾ പീൻ ഹാമർ, മെഷറിംഗ് ടേപ്പ്, മെറ്റൽ ബ്രഷ്. ഇപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിന്റെ ഒന്നാം ഭാഗം നോക്കാം. റോ മെറ്റീരിയലുകൾ പരിശോധിക്കുന്നു. 70x50x9 മില്ലിമീറ്റർ വരെയുള്ള ആവശ്യമായ വലുപ്പ സ്പെസിഫിക്കേഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റോ മെറ്റീരിയലുകൾ പരിശോധിക്കുക. റോ മെറ്റീരിയലുകളുടെ സൈസിംഗ്, മെറ്റീരിയലിന്റെ പാരലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം 70x50x9 മില്ലിമീറ്റർ വരെയുള്ള ആവശ്യമായ ഡയമെൻഷൻസുകളിൽ കൊണ്ടുവരാൻ ഒരു ഹാക്സോ ബ്ലേഡും റഫ് ഗ്രേഡ് ഫയലുകളും ഉപയോഗിക്കുക. മാർക്കിംഗ് മീഡിയയും മാർക്കിങ്ങും പ്രയോഗിക്കുന്നു. ഏതെങ്കിലും നിറമുള്ള ചോക്ക് ഉപയോഗിച്ച് വർക്ക് പീസിന്റെ സർഫസിൽ തുല്യമായി പ്രയോഗിക്കുക. കൂടാതെ അപ്ലൈയിങ് മീഡിയയായി പേർഷ്യൻ ബ്ലൂ കളർ മാർക്കിംഗ് പേസ്റ്റും മാർക്കിങ്ങിനായി ഉപയോഗിക്കാം. ആവശ്യാനുസരണം ഗേജിന്റെ ഉയരം സജ്ജമാക്കി മാർക്കിംഗ് നടത്തുക. വിറ്റ്നസ് മാർക്കിംഗ്, ഐഡന്റിഫിക്കേഷനായി 1 എന്ന നമ്പർ ഉപയോഗിച്ച് ഭാഗം അടയാളപ്പെടുത്തി വിറ്റ്നസ് മാർക്സ് പഞ്ച് ചെയ്യുക. പഞ്ച്, ജെന്റിൽ ബ്ലോക്സ് എന്നിവ ഹാമറിംഗ് ചെയ്യുന്ന സമയത്ത് വിറ്റ്നസ് മാർക്കുകളുടെ നല്ല ട്രാക്ക് നൽകുക. റിലീഫ് ഹോൾസുകളുടെ ഡ്രില്ലിംഗ്, ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനു മേലുള്ള ഭാഗം മൗണ്ട് ചെയ്യുക. തുടർന്ന് ജോബ് ഡ്രോയിങ്ങിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ 3 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള 3 റിലീഫ് ഹോൾസ് ഡ്രിൽ ചെയ്യുക. ഡ്രില്ലിംഗ് പ്രക്രിയയ്ക്കിടയിൽ കൂളന്റ് ഉപയോഗിക്കുക. ഹോൾസുകളുടെ ചെയിൻ ഡ്രില്ലിംഗ്, ഹാർഡ് ഗ്രേഡ് ഫയൽ ഉപയോഗിച്ച് അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിന് സുഗമമാക്കുന്നതിന് 1 ഭാഗത്തിന് ചുറ്റും ചെയിൻ ഡ്രില്ലിംഗ് ഹോളുകൾ നടത്തുക. അധിക മെറ്റീരിയലുകളുടെ ചീസലിംഗ്,
ഒരു വെബ് ചീസലും ബാൾ പെയിൻ ഹാമ്മറും ഉപയോഗിച്ച് അധികം മെറ്റീരിയൽ മുറിച്ച് നീക്കം ചെയ്യുക. നീക്കം ചെയ്തതിനു ശേഷം റഫ് ഫയൽ ഉപയോഗിച്ച് ഫില്ലിംഗ് ഔട്ടിലൂടെ അസമമായ സർഫേസുകൾ നീക്കം ചെയ്യുക. എക്സസ് മെറ്റീരിയൽ ഫയലിംഗ് ചെയ്യുക. പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0.04 മില്ലിമീറ്റർ കൃത്യതയോടെ 45 ഡിഗ്രി ആംഗിളുകളിൽ 1 ഡിഗ്രി കൃത്യതയോടെയും വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് ആവശ്യമായ വലുപ്പത്തിലേക്ക് സ്റ്റെപ്സ് ഫയൽ ചെയ്യുക. സൈസ് പരിശോധിക്കുന്നു. ഫയലിംഗ് ചെയ്ത ശേഷം വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഭാഗത്തിന്റെ വലിപ്പം പരിശോധിക്കുകയും ഒരു ബേവൽ ഗേജ് ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുകയും ചെയ്യുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. 3 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള 3 റിലീഫ് ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ഫയൽസുകൾ ഉപയോഗിച്ച് 0.04 മില്ലിമീറ്റർ കൃത്യതയോടെയും 45 ഡിഗ്രി ആംഗിളിൽ 1 ഡിഗ്രി കൃത്യതയോടെയും ആവശ്യമായ വലുപ്പത്തിലേക്ക് സ്റ്റെപ്സ് ഫയൽ ചെയ്യുക. ആവശ്യമായ ഡയമെൻഷനുകൾ നേടുന്നതിന് ഫയലിംഗ് കെയർഫുള്ളിയും ആക്യുറേറ്റ് ആയും ചെയ്തുവെന്ന് ഉറപ്പാക്കുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റെപ്പ് ഫിറ്റ്, ആംഗുലർ ഫിറ്റ്, ആംഗിൾ, സർഫസസ് എന്നിവയുടെ 1 ഡിഗ്രി ബെവൽ ഗേജ് കൃത്യതയോടെയുള്ള ഫയലിംഗും മേക്കിങ്ങും എന്ന സെഷന്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.